മനുഷ്യരായി ഭൂമിയിലേക്ക് കടന്നു വന്ന നാം ഓരോരുത്തരും ജീവിക്കുക ഒത്തിരി പരിമിതികളുടെ നടുവിലാണ്. എന്നാൽ ഈ പരിമിതികളിലാണ് പലപ്പോഴും ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കുക. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി അത് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ഒരിടമാക്കി മാറ്റി കൊടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന പുണ്യമാണ് വിനയമെന്ന് പറയുക. വിനയമുള്ളിടത്ത് ദൈവത്തിന്റെ കൃപാവരം കൂടുതലായി കടന്നു വരുമെന്ന് തിരുവചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞെന്ന ചുങ്കക്കാരനെ ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ബലഹീനതയിൽ ദൈവം അവനെ സഹായിക്കുന്നതായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം സ്വായത്തമാക്കേണ്ട ഒരു പുണ്യമാണ് വിനയം എന്നത്. പലപ്പോഴും ആത്മീയ അഹങ്കാരത്തിൽ നമ്മുടെ വിനയം എന്ന പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, തപസ്സുകാലത്തിന്റെ ഈ ദിനങ്ങളിൽ വിനയം എന്ന പുണ്യം പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.